പിണറായി വിജയന്റെ നാടാണ് എന്റെ നാട്. അവിടെയുള്ള ലോക്കൽ CPM-ന്റെ ആളുകൾ പിണറായി വിജയന് വോട്ട് ചെയ്യില്ല. ഏകാധിപത്യ പ്രവണത കൊണ്ട് അടിച്ചമർത്തി പിണറായി വിജയൻ അങ്ങ് പോവുകയാണ്. നല്ല രാഷ്ട്രീയ കാലാവസ്ഥ, ഏറ്റവും നല്ല രാഷ്ട്രീയ കാലാവസ്ഥ. പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം മറ്റേ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് BJP CPM-കാരെതിരെ പാര നടക്കുന്നുണ്ട്. പക്ഷേ സേനാപാര പിണറായി വിജയനെ സ്വന്തം പാർട്ടിക്കാർ തന്നെ വിജയിപ്പിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. ഞാൻ മലബാറിൽ നിന്നാണ് വരുന്നത്. പിണറായി വിജയന്റെ നാടാണ് എന്റെ നാട്. പിണറായി വിജയന്റെ കുടുംബം ഞങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ളവരാണ്. അവിടെയുള്ള ലോക്കൽ CPM-ന്റെ ആളുകൾ പിണറായി വിജയന് വോട്ട് ചെയ്യില്ല. ഞാൻ പാർലമെന്റിൽ മത്സരിക്കുമ്പോ എനിക്ക് പിണറായി വിജയന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്കാണ് ഭൂരിപക്ഷം. പിണറായി വിജയന്റെ പഞ്ചായത്തിൽ, സ്വന്തം വീടിരിക്കുന്ന പഞ്ചായത്തിൽ എനിക്കാണ് ഭൂരിപക്ഷം. എവിടെ പോയി CPM-ന്റെ കൊട്ടക്കൊത്തളം എന്ന് പറയുന്ന കണ്ണൂരിൽ പിണറായി വിജയന് വോട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിണറായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളുടെ വികാരധാര എങ്ങോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് നമുക്കൊരു പാഠമാകണം എന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളോടൊപ്പമുണ്ട് CPM. പിണറായി വിജയന്റെ ഈ ഭരണത്തോടൊന്നും അവർക്ക് പ്രവർത്തകന്മാർക്ക് യോജിപ്പൊന്നുമില്ല. കടുത്ത വിമർശനം പാർട്ടിക്കകത്തുണ്ട്. ആ കടുത്ത വിമർശനത്തെയല്ലേ ഏകാധിപത്യ പ്രവണത കൊണ്ട് അടിച്ചമർത്തി പിണറായി വിജയൻ അങ്ങ് പോവുകയാണ്. എന്താ ചെയ്തത് പിണറായി വിജയൻ ഇവിടെ? ഇത്രയും ടേം അദ്ദേഹം ഭരിച്ചു. എന്ത് വികസനമാണ് ഈ നാട്ടിൽ അവരുണ്ടാക്കിയത്? ഏത് വികസനമാണ് CPM-ന് എടുത്തു പറയാൻ സാധിക്കുന്ന, ജനങ്ങളെ മുമ്പിൽ നിരത്തി പറയാൻ സാധിക്കുന്ന ഏത് നേട്ടമാണ് അവരുണ്ടാക്കിയത്? എന്ത് നേട്ടം പറഞ്ഞാണ് അവർ വോട്ട് ചോദിക്കാൻ പോകുന്നത്? ഇത്രയും തുറന്ന അധികാരങ്ങളും അവകാശങ്ങളും കയ്യിൽ കിട്ടിയിട്ടും ഈ നാടിന്റെ മുഖത്ത് ഒരു ചെറിയ മാറ്റം വരുത്താൻ സാധിക്കാത്ത പിണറായി വിജയന്റെ വ്യക്തിത്വം ഇന്ത്യയിലെ ഈ രാജ്യത്തെ CPM-ന്റെ ആളുകൾ അംഗീകരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആ പ്രതീക്ഷ വേണ്ട. അതുകൊണ്ട് തന്നെ അവരെ എല്ലാം സ്വാധീനിക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നയം കോൺഗ്രസ് സ്വീകരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരോ ആളുകളും ഇടതുപക്ഷ പ്രവർത്തകരോട് ആ രീതിയിലേക്ക് നിങ്ങൾ കടന്ന് സംസാരിച്ച് കൂടെ നിർത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ആവശ്യപ്പെടുകയാണ്. ഇക്കുറി CPM-ന്റെ ഇടതുപക്ഷ വോട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ഒരുപാട് വോട്ടുകൾ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ മലബാറിലാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കൊട്ടക്കൊത്തളത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അവിടുത്തെ വികാരമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അത് വിചാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ പിറകിൽ നമുക്ക് അണിനിരക്കാൻ സാധിച്ചാൽ ആളുകളൊക്കെ നമ്മളോടൊപ്പം നിൽക്കും.